ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും എപ്പോഴും. അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ദിവസത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ആദ്യം ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രേറ്റഡ് ചെയ്ത ക്യാരറ്റ്, ബീൻസ്, പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചിക്കി പൊരിച്ച മുട്ടയാണ്. അപ്പോൾ നമ്മളിവിടെ ചിക്കി പൊരിക്കുമ്പോൾ നല്ലോണം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കി പൊരിച്ചിട്ടുള്ളത്. എരിവ് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്കൊക്കെ ഭയങ്കര എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ചിക്കനും പെപ്പർ പൊടിയും അതുപോലെ ചില്ലി പൗഡറൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസും അതുപോലെ കുറച്ച് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഈ ചിക്കനിലും അതുപോലെ മുട്ടയിലൊക്കെ ഉപ്പുണ്ട്. എന്നിട്ട് ഇതൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മസാല ഇതായി ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിലേക്കും കൂടി കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ബിക്കോസ് നമ്മൾ ഇത് ഇപ്പോൾ തലേദിവസത്തെ നെയ്ച്ചോറ് ബാക്കിയുണ്ട് എങ്കിലും ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്. അല്ലാതെ ബസ്മതി റൈസ് വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നമ്മളുടെ കയ്യിൽ നെയ്ച്ചോറിൻ്റെ ഏതരിയാവുള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വെരി സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമ്മളിങ്ങനെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെയ്ച്ചോറ് ഓൾറെഡി ഉണ്ടാക്കിയ നെയ്ച്ചോറ് അതിലേക്ക് മസാല പ്ലസ് നെയ്ച്ചോറ്, മസാല നെയ്ച്ചോറ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കാണാനും അതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.